അപ്പോൾ പ്രാർത്ഥിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു, ചേട്ടത്തി ഒന്ന് എഴുന്നേറ്റേ. ചേട്ടത്തി എഴുന്നേറ്റിട്ട് ചേട്ടത്തി ഒന്ന് നടന്നേ എന്ന് പറഞ്ഞു. എഴുന്നേക്കാൻ ഒരു തരത്തിലും പറ്റാത്ത ഈ അമ്മയെ ഇവർ വീടിന് ചുറ്റും എൻ്റെ ഇളയ അനിയത്തിയെ എടുത്തുകൊണ്ട് നടത്തിച്ചു. ഈ 15 ദിവസം താമസിച്ചപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു, ഇനി മുമ്പോട്ടൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ കൂടെ ആയിരിക്കും. കർത്താവിന് എന്നെക്കൊണ്ട് ആവശ്യമുണ്ട്, അതുകൊണ്ട് കർത്താവിൻ്റെ കൂടെ ഞാൻ ജീവിക്കുന്നുള്ള തീരുമാനം എടുത്തിട്ടാണ് അവിടെ നിന്ന് പോരുന്നത്. അതിനുശേഷം വണ്ടേഴ്സാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. വലിയ വനമാണ്, ഈ വനത്തിൻ്റെ നടുക്കൂടെ വേണം നടന്നു പോകാനായിട്ട്. ഞാൻ അവിടെ പോയി ഒരു മെഴുകുതിരിയൊക്കെ വാങ്ങിച്ച് കത്തിച്ച് കുടയൊക്കെ ചൂടി, മഴക്കാലമാണ്, കുടയൊക്കെ ചൂടി നടന്നു പോവുകയാണ്. നടന്നു പോകുന്ന വഴിക്ക് കുറച്ച് ദൂരം, ഒരു 100-200 മീറ്റർ പോയപ്പോൾ തന്നെ ഈ മെഴുകുതിരി എല്ലാം കെട്ടുപോയി, ഭയങ്കര കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട്. കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഇപ്പം നല്ലൊരു എക്സിക്യൂട്ടീവ് കോച്ച് ഒരു വണ്ടി വരുവാണെങ്കിൽ എനിക്ക് കയറിപ്പോകത്തില്ല കർത്താവ്, എന്നെ അവിടെ കൊണ്ട് ഇറക്കാൻ പറ്റിയില്ലെന്ന് ചോദിച്ചു. ഞാനൊരു 100 മീറ്ററോട് മുമ്പോട്ട് നടന്നു കാണും. അന്നത്തെ കാലത്ത് ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് വണ്ടി, ടാറ്റ മൊബൈൽ എന്ന് പറഞ്ഞ വണ്ടി എൻ്റെ മുമ്പിലേക്ക് വന്നു. ഞാൻ കൈ നീട്ടി, ആ ആൾ വണ്ടി നിർത്തി എന്നെ കയറ്റി. വെളിച്ചമാകുന്നവർ. എൻ്റെ പേര് മനോജ് ചാക്കോ എന്നാണ്. എൻ്റെ ഫാമിലി ഒരു സാധാരണ ഒരു കത്തോലിക്ക കുടുംബം. ഞായറാഴ്ച പള്ളിയിൽ പോകും, ചിലപ്പോഴൊക്കെ ശനിയാഴ്ച ഒക്കെ പള്ളിയിൽ പോകും. എൻ്റെ വീട്ടിൽ ചാച്ചനും അമ്മ, ഞങ്ങൾ 5 മക്കളാണ്. ഞാൻ 4ാമത്തെ ആളാണ്. എൻ്റെ ചാച്ചനും അമ്മയൊക്കെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കുമളിക്കും, കുമളിയിൽ നിന്ന് പാമ്പാടംപാറയ്ക്കും കുടിയേറിയവരാണ്. ഏകദേശം 1960-കൾ തൊട്ട് അവരവിടെ ജീവിതം ആരംഭിച്ചു. ഞാൻ ജനിച്ചത് 1976 ജൂലൈ 27-നാണ്. ഞങ്ങളുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു വളരെ സാധാരണ, സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബം. കൃഷിയായിരുന്നു പ്രധാന വരുമാന മാർഗം. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ചാച്ചൻ കുറച്ച് ബിസിനസ്സുകളൊക്കെ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ അതൊന്നും ക്ലിക്കായില്ല. കൃഷിയിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക ശേഷിയിലേക്ക് എത്തുന്ന സാധ്യത ഉള്ളപ്പോൾ എന്തെങ്കിലും കലാമിറ്റീസ് വന്ന് അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ പലപ്പോഴും സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെയാണ് എൻ്റെ ചെറുപ്പമൊക്കെ കടന്നു പോകുന്നത്. കൃത്യമായിട്ട് എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന ചെല്ലുക എന്നുള്ളത് വളരെ നിഷ്ഠയോടെ ചെയ്യുന്നൊരു കുടുംബമായിരുന്നു. ചാച്ചൻ സപ്പോസ് വീട്ടിലില്ലെങ്കിൽ തന്നെ ചാച്ചൻ നിർബന്ധമാണ്, ഇത് നടക്കണം, വൃത്തിയായിട്ട് നല്ല സ്ഫുടമായിട്ട് ചെല്ലണമെന്ന് ചാച്ചൻ നിർബന്ധമാണ്. ഉഴപ്പിയുള്ള പരിപാടി നടക്കുകയില്ലായിരുന്നു. ഞാനൊക്കെ തുടങ്ങുന്ന സമയത്ത് വളരെ ലൈവായിട്ട് തുടങ്ങും. പ്രാർത്ഥനയുടെ ഒരു പകുതി ഭാഗമാകുമ്പം മിക്കവാറും ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ വീട്ടുകാരെല്ലാം, വീട്ടിലെ എൻ്റെ ചേട്ടന്മാരും എൻ്റെ കസിൻസും ഒക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാവരും എന്നെ കളിയാക്കും. ഒരു 4ാം ക്ലാസ്സിലൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് വാതരോഗം വന്നു. അങ്ങനെ ഒരു 40-50 ദിവസത്തോളം അമ്മ ബെഡ് റിഡൻ ആയിരുന്നു. അമ്മയെ ശുശ്രൂഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേറെ സഹായിക്കാനൊന്നും ആരുമില്ല. പല രീതിയിലുള്ള മരുന്നുകളും ഒക്കെ കൊടുത്ത് പരീക്ഷിച്ച് നോക്കി, എല്ലാം ഭാഗികമായിട്ട് മാത്രമേ പലതും വിജയിച്ചുള്ളൂ. കരിസ്മാറ്റിക് നവീകരണം വളരെ ആക്റ്റീവായി ഹൈറേഞ്ചിലൊക്കെ വരുന്ന സമയത്താണ് അമ്മയുടെ ഈ ഒരു രോഗസാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം ഒരു ദിവസം കരിസ്മാറ്റിക് ലീഡർഷിപ്പിൽപ്പെട്ട 1-2 പേര് ഞങ്ങളുടെ വീട്ടിൽ വരികയും അമ്മയെ കൂടെ ഇരുത്തി പ്രാർത്ഥിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അമ്മ കിടപ്പാണ്. അപ്പോൾ പ്രാർത്ഥിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു, ചേട്ടത്തി ഒന്ന് എഴുന്നേറ്റേ. ചേട്ടത്തി എഴുന്നേറ്റിട്ട് ചേട്ടത്തി ഒന്ന് നടന്നേ എന്ന് പറഞ്ഞു. എഴുന്നേക്കാൻ ഒരു തരത്തിലും പറ്റാത്ത ഈ അമ്മയെ ഇവർ വീടിന് ചുറ്റും എൻ്റെ ഇളയ അനിയത്തിയെ എടുത്തുകൊണ്ട് നടത്തിച്ചു. എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇത് അത്ഭുതമായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? അനങ്ങാൻ മേലാത്ത അമ്മയ്ക്ക് എങ്ങനെ എഴുന്നേറ്റ് കൊച്ചിനെ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റുന്നത്? കോളേജിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സാറ്, VM ജോർജ് സാർ എന്ന് പറഞ്ഞ സാറ് ജീസസ് യൂത്ത് എന്ന് പറയുന്ന മുന്നേറ്റത്തിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഞാൻ എറണാകുളത്തൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് പോകേണ്ടി വന്നു. അപ്പോൾ എറണാകുളത്തിന് പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ അതിൻ്റെ അകത്തൊരു കാര്യം കണ്ടത്, എറണാകുളം കാണാം. 16 വയസ്സിൽ അങ്ങനെ ഒരു അവസരം കിട്ടുന്ന വലിയ കാര്യമായതുകൊണ്ട് ഞാൻ ആ സാറ് പറഞ്ഞ് കേട്ട് വീട്ടിൽ നിന്ന് തന്നെ വിട്ടു. അപ്പോൾ അങ്ങനെ സാറിൻ്റെ കൂടെ അങ്ങനെ ഒരു പരിപാടിക്ക് പോയി. അതെന്നെ സംബന്ധിച്ചൊരു വേറിട്ടൊരു അനുഭവമായിരുന്നു. കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഒരു യുവജന മുന്നേറ്റം ആയിട്ടാണ് ജീസസ് യൂത്ത് രൂപപ്പെടുന്നത്. യുവജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കരിസ്മാറ്റിക് യുവജന ലീഡേഴ്സ് ഒരുമിച്ച് വരികയും അവർ പ്രാർത്ഥിച്ചൊരുങ്ങി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല ഇനിഷ്യേറ്റീവ്സ് ചെയ്തു നോക്കി. അതിനുശേഷം 1985 UN യുവജന വർഷമായിട്ട് പ്രഖ്യാപിക്കുകയും മാർപ്പാപ്പ ജോൺ പോൾ II അതേ സമയത്ത് തന്നെ കത്തോലിക്ക സഭയിലൊരു യുവജന വർഷമായിട്ട് അതിനെ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ കേരളത്തിൽ എന്താണ് യുവജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിച്ചതിൻ്റെ ഒരു ഫലമായിട്ടാണ് എറണാകുളത്തുള്ള തേവര SH കോളേജിൽ വെച്ചിട്ട് ജീസസ് യൂത്ത് 85 എന്ന പേരിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ആ പ്രോഗ്രാമിൽ ഏകദേശം 1000-ഓളം പേര് പങ്കെടുത്തു.
ഈ മുന്നേറ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ജീവിത ശൈലിയായിട്ടാണ് നമ്മൾ കരുതുന്നത്. അതായത് വ്യക്തിപരമായ പ്രാർത്ഥന, കൗദാശിക ജീവിതം, വചനം വായന, ധ്യാനിക്കൽ, കൂട്ടായ്മ, ഇവാഞ്ചലൈസേഷൻ, കർത്താവിനെ പങ്കുവെക്കുന്ന ഒരു ശൈലി, അതോടൊപ്പം പാവങ്ങളുടെ ഒരു പക്ഷം ചേരുന്ന ഒരു ശൈലി, ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു ജീവിത ശൈലിയാണ് ജീസസ് യൂത്ത്. ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ഡിഗ്രി വീണ്ടും അവിടെ തന്നെയാണ് പഠിക്കുന്നത്. ഡിഗ്രി പഠിക്കാനായിട്ട് ചെന്ന സമയത്ത് സ്വാഭാവികമായിട്ട് 2 വർഷം ജീസസ് യൂത്തിൻ്റെ പരിപാടികൾക്കൊക്കെ പോയതുകൊണ്ട് തന്നെ, പല കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിരുന്നുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാർ നിർദ്ദേശിച്ചു ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ ഈ പ്രേ ഗ്രൂപ്പിന് ലീഡറാകാനായിട്ട്. അപ്പോൾ അത് ആയേ പറ്റത്തുള്ളൂ, വേറെ ആരും അങ്ങനെ ഒരു ഇതിലേക്ക് വരാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഞാനത് മനസ്സോടെ ഏറ്റെടുത്തെങ്കിലും എനിക്ക് ഒരു 10 പേര് കൂടുന്നിടത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം, ബൈബിളിൻ്റെ അകത്ത് ആരും കാണാതെ ഒരു തുണ്ട് പേപ്പറിൽ എഴുതി പ്രാർത്ഥനയൊക്കെ എഴുതി കൊണ്ടുപോകും, അത് നോക്കി പ്രാർത്ഥിക്കും. എന്നോട് പല ആൾക്കാരും ചില പ്രാർത്ഥന ആവശ്യങ്ങളൊക്കെ പറയും. അങ്ങനെ തേർഡ് ഇയർ ആയി കഴിഞ്ഞപ്പം അന്ന് ഈ ഫുൾ ടൈമർഷിപ്പ് എന്ന് പറയുന്നത് തുടങ്ങിയ ഒരു സമയം, അതായത് ഒരു 6 ബാച്ചേ ആയിട്ടുള്ളൂ. ഞാൻ പങ്കെടുക്കുകയാണെങ്കിൽ 6ാമത്തെ ബാച്ചിൽ പങ്കെടുക്കണം. അപ്പം ഞാൻ ചാച്ചനോട് പോയി പറഞ്ഞു, എനിക്ക് വലിയ ആഗ്രഹം പോകാനായിട്ട്. എൻ്റെ ചേട്ടന്മാരും ചേച്ചിമാരും കുറേ പേരുണ്ട്, അവർ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പോയി 1 വർഷം ഈശോയെക്കുറിച്ച് പറയുകയും അവിടെ താമസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, എനിക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പം ചാച്ചൻ പറഞ്ഞു അത് നടക്കില്ല, അതിനെക്കുറിച്ച് ആലോചിക്കുക വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പ്രതീക്ഷ അവസാനിപ്പിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇടുക്കിയിലുള്ള വേറൊരു സുഹൃത്ത് എൻ്റെ വീട്ടിൽ എന്നെ അന്വേഷിച്ച് ഒരു ദിവസം വന്നു. കുറേ ദൂരം യാത്ര ചെയ്താൽ വന്നത്, പുള്ളി മുരിക്കാശ്ശേരിയിൽ നിന്നാണ് വന്നത്. എന്നിട്ട് ചാച്ചനോട് പറഞ്ഞു, ഫുൾ ടൈമർഷിപ്പിന് വിടണ്ട, പക്ഷേ വേറൊരു പ്രോഗ്രാമുണ്ട്, ഒരു 15 ദിവസത്തെ പ്രോഗ്രാമുണ്ട്, അതിന് വിടാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചാച്ചൻ പറഞ്ഞു അങ്ങനെയാണ് വിട്ടു, പോയിട്ട് തിരിച്ചു വരുന്ന പരിപാടിയാണല്ലോ. അങ്ങനെ ചാച്ചൻ അതിനെന്നെ വിട്ടു. ഞാൻ വളരെ ആവേശത്തോടെ അതിൽ പോയി പങ്കെടുത്തു. അതെന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് അവിടെയാണ് സംഭവിക്കുന്നത്. 15 ദിവസത്തെ പ്രോഗ്രാം, FATP എന്ന പ്രോഗ്രാം, ഫൈനൽ ഇയേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം എന്നാണ് അതിനെ വിളിക്കുന്നത്. ആ പ്രോഗ്രാമിൽ എന്നെ സംബന്ധിച്ച് വലിയ മാറ്റങ്ങളൊരു സമയമായി. ഈ 15 ദിവസം താമസിച്ചപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു, ഇനി മുമ്പോട്ടൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ കൂടെ ആയിരിക്കും. കർത്താവിന് എന്നെക്കൊണ്ട് ആവശ്യമുണ്ട്, അതുകൊണ്ട് കർത്താവിൻ്റെ കൂടെ ഞാൻ ജീവിക്കുന്നുള്ള തീരുമാനം എടുത്തിട്ടാണ് അവിടെ നിന്ന് പോരുന്നത്. അതിനുശേഷം വണ്ടേഴ്സാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ആ ഒരു സമയത്തൊക്കെ ഞാൻ ചെയ്ത ഓരോ കാര്യങ്ങളിലും എനിക്ക് പരിശുദ്ധാത്മാവ് നയിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് രാത്രിയിൽ പോകുന്ന സമയത്ത്, കട്ടപ്പന എന്ന് പറയുന്ന സ്ഥലത്താണ് മിക്കവാറും മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നത്. അങ്ങനത്തെ GCUത്തിൻ്റെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുമ്പം എനിക്ക് ഒരു 5 കിലോമീറ്ററേ ബസ് കിട്ടിയുള്ളൂ. അപ്പോൾ സമയം ഏകദേശം ഒരു 9:30 ആയി കാണും. അതിനുശേഷം എനിക്ക് ബസ്സില്ല. 7 കിലോമീറ്റർ വീണ്ടും നടക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വണ്ടി കിട്ടണം, എന്നാലും എനിക്ക് വീട്ടിലെത്താൻ പറ്റത്തുള്ളൂ. എനിക്കന്ന് പ്രായം 21 വയസ്സ്, 22 വയസ്സ് മാക്സിമം അത്രേ കാണത്തുള്ളൂ. വലിയ വനമാണ്, ഈ വനത്തിൻ്റെ നടുക്കൂടെ വേണം നടന്നു പോകാനായിട്ട്. ഞാൻ അവിടെ പോയി ഒരു മെഴുകുതിരിയൊക്കെ വാങ്ങിച്ച് കത്തിച്ച് കുടയൊക്കെ ചൂടി, മഴക്കാലമാണ്, കുടയൊക്കെ ചൂടി നടന്നു പോകുന്ന വഴിക്ക് കുറച്ച് ദൂരം, ഒരു 100-200 മീറ്റർ പോയപ്പോൾ തന്നെ ഈ മെഴുകുതിരി എല്ലാം കെട്ടുപോയി, ഭയങ്കര കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട്. കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഇപ്പം നല്ലൊരു എക്സിക്യൂട്ടീവ് കോച്ച് ഒരു വണ്ടി വരുവാണെങ്കിൽ എനിക്ക് കയറിപ്പോകത്തില്ല കർത്താവ്, എന്നെ അവിടെ കൊണ്ട് ഇറക്കാൻ പറ്റിയില്ലെന്ന് ചോദിച്ചു. ഞാനൊരു 100 മീറ്ററോട് മുമ്പോട്ട് നടന്നു കാണും. അന്നത്തെ കാലത്ത് ഒരു നല്ലൊരു ടാറ്റ മൊബൈൽ എന്ന് പറഞ്ഞ വണ്ടി എൻ്റെ മുമ്പിലേക്ക് വന്നു. ഞാൻ കൈ നീട്ടി, ആ ആൾ വണ്ടി നിർത്തി എന്നെ കയറ്റിയിട്ട് എന്നോട് പറഞ്ഞു, മോനെ ഇത്രയും രാത്രി ഈ സമയത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കാൻ പാടില്ല, ഇത് പന്നിയൊക്കെ വരുന്ന സ്ഥലമല്ലേ, അപകടം ഉണ്ടാകില്ലെന്നൊക്കെ എന്നോട് ചോദിച്ച് 7 കിലോമീറ്റർ കഴിഞ്ഞ് ജംഗ്ഷനിൽ കൊണ്ട് ഇറക്കാൻ നേരത്തെ എന്നോട് ചോദിച്ചു ഞാൻ വീട്ടിൽ കൊണ്ടുവിടണോ. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് എൻ്റെ കൂടെ നടക്കുന്ന കർത്താവാണ്, എനിക്ക് ഒരു പോറൽ പോലും വെക്കാതെ എൻ്റെ കർത്താവ് എന്നെ കാത്തുകൊള്ളൂ എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഫുഡിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ജീസസ് യൂത്ത് എന്നെ ഏൽപ്പിച്ചു. ഞാനങ്ങനെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളല്ല, ഒരു പരിചയമില്ലാത്ത ആളാണ് ഞാൻ ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. പക്ഷേ അത് കോർഡിനേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കായിരുന്നു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എനിക്ക് അറിയത്തില്ലാത്ത പണിയാണ്, ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല എന്ന് മാത്രം എല്ലാ ദിവസവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ ജിജോ എന്ന് പറഞ്ഞ ആൾ എന്നോട് പറഞ്ഞു, ചേട്ടാ ഇന്ന് വീട്ടിലേക്ക് വരണ്ട, അപകടമാണ്, കാരണം ഈ ചെങ്ങാടത്തെ കയറി വേണം നമുക്ക് പോകാനായിട്ട്, മഴ ശക്തിയും കാറ്റും ഉള്ള സമയത്ത് പോയി കഴിഞ്ഞാൽ ചെങ്ങാടം മറിയാനൊക്കെ സാധ്യതയുണ്ട്, ഇന്ന് വരണ്ട, നമുക്ക് പിന്നെ ഒരു ദിവസം വന്നാൽ മതി. അപ്പം ഞാൻ അന്ന് അവിടുന്ന് തിരിച്ചു പോകുന്നാൽ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ ഈ പയ്യനോട് പറഞ്ഞു, ഇത് കർത്താവ് എന്നെ ഏൽപ്പിച്ചേക്കുന്ന പണിയാണ്, ഞാൻ ഇതും കൂടെ ചെയ്തിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ ജിജോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നാൽ നമുക്ക് പോകാൻ ചേട്ടാന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ ചെങ്ങാടത്തെ കയറി വലിച്ച് ഞങ്ങൾ കമ്പുത്ത് ഊന്നിയാണ് പോകുന്നത്. ഊന്നി ഈ കായലിൽ കൂടെ യാത്ര ചെയ്ത് ഇവരുടെ വീട്ടിൽ ചെന്നു. ഇത്തരത്തിലൊരാളെ ഒരുപക്ഷെ നിങ്ങൾക്കും അറിയാം. നമ്മളിൽ ഒരാളായി നമ്മെപ്പോലെ ജീവിക്കുന്നവർ, എന്നാൽ നമ്മിൽ നിന്ന് വ്യത്യസ്തരായി ദൈവത്തെ തേടി കണ്ടെത്തിയവർ. അങ്ങനെ ഒരാളെ നിങ്ങൾക്കറിയാമെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫോൺ നമ്പർ 9447978235. വെളിച്ചമാകുന്നവർ.